ഇപ്പോഴത്തെ എക്സാമിൻ്റെ അകത്ത് റൈറ്റിങ്ങിൻ്റെ അകത്ത് ഒരു ഹൈ സ്കോർ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് റൈറ്റിംഗ് അറിയാവുന്ന ഒരു കുട്ടികൾക്ക് മാത്രമേ ഒരു ഹൈ സ്കോർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്പെല്ലിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ അകത്ത് ഒരു ഹൈ സ്കോർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 4 ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എസ്സേ റൈറ്റിംഗ് ആണ്. അതായത് 20 മിനിറ്റ്സ് ടൈമിനുള്ളിൽ വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ കൃത്യമായിട്ട് എഴുതി ആ എസ്സേ ടോപ്പിക് റിലേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ ഒരു സ്കോർ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചാലും ആ സ്ട്രക്ചർ നിങ്ങൾ എഴുതുന്ന എസ്സേക്ക് റെലവെന്റ് ആകുന്ന രീതിയിൽ വരണം. അതായത് എസ്സേയിൽ ഫോക്കസ് ചെയ്ത് എഴുതുക, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ട്രക്ചറിന്റെ ഹെൽപ്പോട് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് വിതിൻ 20 മിനിറ്റ്സ് ഒരു 70 മിനിറ്റ്സ് കൊണ്ട് എസ്സേ ഫിനിഷ് ചെയ്തുകൊണ്ട് 2 മിനിറ്റ്സ് പ്രൂഫ് റീഡും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ സബ്മിറ്റ് ചെയ്താൽ എസ്സേയിൽ ഒരു ഹൈ സ്കോർ കിട്ടും. അതുപോലെ തന്നെ ബാക്കി 3 ടാസ്കുകൾ എന്ന് പറയുന്നത് സമ്മറൈസ് റിട്ടൺ ടെസ്റ്റ്, സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രം ഡിറ്റക്ഷൻ. ഈ 3 ടാസ്കുകളിലും കൃത്യമായിട്ടുള്ള കോണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്ത് വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന PT എക്സാമിൻ്റെ അകത്ത് റൈറ്റിംഗിൽ ഒരു ഹൈ സ്കോർ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.